എമ്പുരാൻ ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിൽ പ്രേക്ഷകർ ഉപേക്ഷിച്ചെങ്കിലും ഫേസ്ബുക്ക് പ്രേക്ഷകർ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ വൻ ഹിറ്റാണ് സിനിമ. ഇതുപോലൊരു സിനിമ ഇത് 100 കോടിയിൽ 100 അല്ല 1000 കോടി കടക്കാൻ സാധ്യതയുണ്ടെന്ന് ഫേസ്ബുക്കിൽ വൻ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും എമ്പുരാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടെലിഗ്രാമിലും വൻ ഹിറ്റായിട്ട് സിനിമ പ്രദർശനം തുടരുന്നു എന്ന് വാർത്തകളിലൂടെ അറിയാൻ സാധിച്ചു. ഇനിയിപ്പോ തിയേറ്ററിൽ ആളില്ലെങ്കിലും ഫേസ്ബുക്കിലും ടെലിഗ്രാമിലും ഒക്കെ 100 കോടി 1000 കോടിയും കടക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല എന്ന് വാർത്തകളിൽ നിന്നും മറ്റ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. പടം എമ്പുരാൻ സൂപ്പർ ഹിറ്റ് 100 കോടി കടക്കുമെന്ന് തിയേറ്ററിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ചില അശരീരിയും കിംവദന്തിയും കേട്ടുവെന്ന് അയൽവാസികൾ പറയുന്നു. എമ്പുരാൻ 100 കോടി അല്ലെങ്കിൽ 1000 കോടി കടക്കുമെന്ന് ഇതാ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം. ഈ പഞ്ചായത്തിന്റെ കഴിഞ്ഞ 4 വർഷമായി പഞ്ചായത്തിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ശശികല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒപ്പം നിന്ന എല്ലാ പഞ്ചായത്തിലെ ജീവനക്കാർക്കും പഞ്ചായത്തിലെ വോട്ടർമാർക്കും എല്ലാം ഈ അവസരത്തിൽ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പഞ്ചായത്തിൽ ഇതുപോലൊരു സംഭവം നടന്നത് ഇതാദ്യമായാണ്. അത് ഈ പഞ്ചായത്തിൻ്റെ ഞങ്ങളുടെ സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗം കൂടിയായിട്ടാണ് ഇതെല്ലാം ഇവിടെ നടന്നതെന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇങ്ങനൊരു എമ്പുരാൻ എന്നൊരു സിനിമ ഇവിടെ വരുമ്പോൾ ഈ നാറികൾ അങ്ങനെ പലതും പറയും. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാണ് ഇപ്പോൾ പഞ്ചായത്തിലെ നിവാസികൾ പറയുന്നത്. എമ്പുരാൻ എന്ന സിനിമ 100 കോടി കൊടുക്കും. ഓഹോ, മുക്കി കാണിക്കുന്ന ആളാണെന്നാണ് താങ്കൾ ഇപ്പൊ പറയുന്നത്. എന്താണ് ഇങ്ങനെയൊക്കെ? നിങ്ങളൊരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ലേ? അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോ ഇത്തരത്തിലൊരു സിനിമ എമ്പുരാൻ എന്ന് പേരിട്ടുകൊണ്ട് ഒരു സിനിമ ഇവിടെ വരുമ്പോ ആ സിനിമ ഇവിടുത്തെ യുവാക്കൾ കാണുന്നു. പ്രസിഡന്റ് രാജിവെക്കണമെന്നാണ് പഞ്ചായത്തിലെ അംഗങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറമാൻ സുരേഷിനോടൊപ്പം ദിനേശ്, ഇപ്പോൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സ്ഥിരം സിനിമാ നിരീക്ഷകനായ മിസ്റ്റർ കുമാർ സക്സേനയാണ്. അതെ, പണിക്കർ ഒരു ചേഞ്ചിന് പറഞ്ഞാണ്. ഓക്കെ, കുഴപ്പമില്ല. കുമാർ പണിക്കർ എത്തിയിട്ടുണ്ട്. സുമേഷ് പണിക്കർ അങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ എന്തോ ഒരു നെഗറ്റീവ് പോലെ, അതുകൊണ്ടൊന്ന് മാറ്റി പറഞ്ഞ. ഓക്കെ പണിക്കർ പറയൂ. ഞാൻ ഒരു സ്ഥിരം നിരീക്ഷകനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഏത് വിഷയത്തിലും നിരീക്ഷണം നടത്താൻ ഒരു വലിയ മിടുക്കുള്ള ഒരാളാണ് ഞാൻ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് നിരീക്ഷണമാണ് എൻ്റെ പ്രധാന പരിപാടി. ഇത് കണ്ടില്ലേ, ഇപ്പം തന്നെ ഞാൻ നിങ്ങളെ നിരീക്ഷിക്കുകയാണ്. യു ആർ അണ്ടർ മൈ നിരീക്ഷണം. ഓക്കെ, താങ്കൾക്ക് ഈ എമ്പുരാൻ എന്ന സിനിമയെ പറ്റി, മോഹൻലാലിനെ പറ്റി, പൃഥ്വിരാജിനെ പറ്റി, വിവേക് ഒബ്രോയെ പറ്റി, ഫഹദ് ഫാസിലിനെ പറ്റി, വിജയ് സേതുപതിയെ പറ്റി, രജനികാന്തിനെ പറ്റി, അമിതാഭ് ബച്ചനെ പറ്റി, സൽമാൻ ഖാനെ പറ്റി, സഞ്ജയ് ദത്തിനെ പറ്റി, ചിരഞ്ജീവിയെ പറ്റി, നാഗാർജുനയെ പറ്റി ഒക്കെ എന്താണ് പറയാനുള്ളത്? ചോദ്യം ശരിയല്ല, ചോദ്യം തെറ്റാണ്. ഈ ചോദ്യം ചോദിച്ച രീതി ശരിയല്ല. ഓക്കെ, എങ്കിൽ ചോദിച്ചോട്ടെ, താങ്കൾക്ക് ഈ സിനിമ 1000 കോടി ക്ലബിൽ കയറുമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ നിരീക്ഷണത്തിൽ ഈ സിനിമ ഒരു നൈറ്റ് ക്ലബിൽ പോലും കയറാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ കയറും.